രാജ്യത്തെ തന്നെ പിടിച്ചുകുലുക്കാൻ കഴിയുന്ന അതീവ ഗൗരവകരമായ ട്വീറ്റ് BJPയുടെ മുൻ MP-യായ ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി പുറത്തുവിട്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുൻ കേന്ദ്രമന്ത്രി ഹർദീപ് പുരിക്കുമെതിരെ ഉന്നയിച്ചിരിക്കുന്ന ലൈംഗിക ആരോപണങ്ങളും അതുപയോഗിച്ച് വിദേശ ഏജൻസികൾ പ്രധാനമന്ത്രിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്നുമുള്ള വാദമാണ് സ്വാമി ഉന്നയിച്ചിരിക്കുന്നത്. രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ച ഈ ആരോപണം പുറത്തുവന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. എന്നാൽ പോസ്റ്റ് ചെയ്യപ്പെട്ട് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു. എന്നാൽ സ്വാമിയെപ്പോലെ ഒരു മുതിർന്ന നേതാവ് ഇത്രയും ഗൗരവകരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഈ ട്വീറ്റ് ഡിലീറ്റ് ചെയ്യപ്പെട്ടതിലെ ദുരൂഹത തുടരുകയാണ്. സുബ്രഹ്മണ്യൻ സ്വാമിയുടെ വാക്കുകൾ രാജ്യത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. ട്വീറ്റിലെ ആരോപണങ്ങളുടെ ആദ്യ ഭാഗം മുൻ ക്യാബിനറ്റ് മന്ത്രിയായ ഹർദീപ് പുരിയെക്കുറിച്ചാണ്. US ഏജൻസികളുടെ കയ്യിലുള്ള ചില വിവരങ്ങൾ ഉപയോഗിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്നാണ് സ്വാമി ആരോപിക്കുന്നത്. ഹർദീപ് പുരിയുടെ വൃത്തികെട്ട ലൈംഗിക വെളിപ്പെടുത്തലുകളാണ് ഈ ബ്ലാക്ക്മെയിലിന് പിന്നിലെന്നാണ് സ്വാമി ആരോപിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ വിവാദമായ ജെഫ്രി എപ്സ്റ്റീന്റെ അപ്പോയിന്റ്മെന്റ് ഡയറിയുമായി ബന്ധപ്പെട്ട ഊഹാപോഹങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ പരാമർശം. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട അമേരിക്കൻ കോടീശ്വരനായ ജെഫ്രി എപ്സ്റ്റീന്റെ ലോകത്തിലെ വൻകിട രാഷ്ട്രീയ നേതാക്കളും ധനികരും പ്രമുഖരും ഉൾപ്പെട്ട കൂടിക്കാഴ്ച വിവരങ്ങളും യാത്രാരേഖകളും അടങ്ങിയതാണ് ഈ ഡയറി. ഈ ഡയറിയിലെ വിവരങ്ങളിൽ ഹർദീപ് പുരിയുടെ പേര് പലതവണയും മോദിയുടെ പേര് ഒരു തവണയെങ്കിലും ഉൾപ്പെട്ടിരുന്നുവെന്നും അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഹർദീപ് പുരിയുടെ ലൈംഗിക കൃത്യങ്ങളുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളെന്ന സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പരാമർശം. ട്വീറ്റിലെ അടുത്ത ഗുരുതരമായ ആരോപണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയാണ്. മോദിയുടെ പൊതുജീവിതത്തിലെ ബ്രഹ്മചര്യത്തിന്റെ പ്രതിച്ഛായയാണ് ഈ ആരോപണം ചോദ്യം ചെയ്യുന്നത്. ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളോ വിവരങ്ങളോ US ഏജൻസികളുടെ കയ്യിലുണ്ട് എന്നും ഇതുപയോഗിച്ച് അവർ പ്രധാനമന്ത്രിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്നുമാണ് സുബ്രഹ്മണ്യൻ സ്വാമി ആരോപിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വിദേശ ഏജൻസികൾക്ക് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ സാധിക്കുക എന്നതിനർത്ഥം നമ്മുടെ ദേശീയ താൽപര്യങ്ങൾ വലിയ ഭീഷണിയാണ് നേരിടുന്നത് എന്ന് തന്നെയാണ്. ഇത്രയും വലിയ ഒരു ആരോപണം, അതും BJPയുടെ തന്നെ മുതിർന്ന നേതാവിൽ നിന്ന് തന്നെ വരുമ്പോൾ പാർട്ടി നേതൃത്വവും സൈബർ ലോകത്തെ പോരാളികളും പുലർത്തുന്ന മൗനമാണ് ശ്രദ്ധേയം. സാധാരണഗതിയിൽ പ്രധാനമന്ത്രിക്ക് നേരെ ഒരു ചെറിയ വിമർശനം വന്നാൽ പോലും പ്രതികരിക്കാനുള്ള BJPയുടെ IT സെല്ലിന്റെ തലവൻ അമിത് മാളവ്യ ഉൾപ്പെടെയുള്ളവർ ഈ ആരോപണങ്ങളിൽ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? സുബ്രഹ്മണ്യൻ സ്വാമിയെ പ്രകോപിച്ചാൽ അദ്ദേഹത്തിന് അറിയാവുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന ഭയം BJP നേതൃത്വത്തിന് ഉണ്ടോ എന്ന സംശയമാണ് ശക്തമാകുന്നത്. നിയമത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും എല്ലാ വശങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണയുള്ള ഒരാൾ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് പിന്നിൽ സത്യമുണ്ടാകാമെന്ന് തന്നെയാണ് പൊതുസമൂഹത്തിൽ വിലയിരുത്തപ്പെടുന്നത്. പ്രധാനമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അംഗത്തിന്റെയും ധാർമ്മികപരമായ പ്രതിച്ഛായ മാത്രമല്ല, രാജ്യത്തിന്റെ പരമാധികാരത്തെയും ബാധിക്കുന്ന ഒന്നാണ് ഈ ആരോപണങ്ങൾ. ഈ വിഷയത്തിൽ എത്രയും വേഗം വ്യക്തത വരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും തയ്യാറാകേണ്ടതുണ്ട്. ഈ ആരോപണങ്ങൾ ഇപ്പോൾ ദേശീയതലത്തിൽ കനൽ പോലെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.